നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാറിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നുകൊണ്ട് ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള CPM-ന്റെ ഭരണകാലത്ത് നടന്നതല്ല എന്നും അത് കോൺഗ്രസ് സർക്കാരിന്റെ കാലം മുതലേ ആരംഭിച്ചതാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി 2017 ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം മാറ്റി സ്ഥാപിച്ച കഥകളുമായി CPM ഓരോരോ ക്യാപ്സൂളുകളുമായി രംഗത്തെത്തിയിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമല ശ്രീകോവിലിൽ 2025 വരെ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല ശാസ്താവിന്റെ ഉമ്മറക്കട്ടിള പടിവാതിലും ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറ വാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമെല്ലാം അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അത് ഉരുക്കി ഉടച്ച് വിൽപ്പന നടത്തി ബാക്കി സ്വർണം കണ്ടെത്തി എന്നൊക്കെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. എന്നാൽ ഇവിടെയും തൊണ്ടി മുതൽ കണ്ടെത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന SITക്ക് സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഈ സാഹചര്യത്തിലാണ് 2018-2019 കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒന്നാം ഭരണകാലത്തായിരുന്നു, ഒന്നാം മന്ത്രിസഭയുടെ കാലത്തായിരുന്നു. അന്ന് മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഇത് അവിടെ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളും ശബരിമലയുടെ പ്രത്യേകതകളും അറിയാവുന്ന ഓരോരുത്തരും ആണയിട്ട് രേഖപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സഖാക്കളും ഏതു വിധേനയും കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കേസിൽ നിന്നും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SITയെ സ്വാധീനിച്ച് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി ഇവർ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമായി തന്നെയാണ് ശബരിമലയിലെ തന്ത്രിയായ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. കണ്ഠരര് രാജീവര് തന്ത്രി എന്ന രീതിയിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, കണ്ഠരര് രാജീവരെ ശിക്ഷിക്കട്ടെ. എന്നാൽ ഇവിടെ ആസൂത്രിതമായ ചില നീക്കങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ CPM സഖാക്കൾ ചേർന്ന് നടത്തിയിരിക്കുന്നത്. ശബരിമലയിൽ പത്മകുമാർ എന്ന CPM-ന്റെ MLA ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശബരിമലയിൽ കൊല്ലം പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റായിരുന്ന മുൻ മന്ത്രി തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഗുരുദാസന്റെ, അതായത് VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന N വാസു ശബരിമലയിൽ ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ശബരിമലയിൽ പത്മകുമാർ CPM-ന്റെ MLA ആയിരുന്ന പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് CPI-യുടെ നോമിനിയായ ദേവസ്വം അംഗമായ ശങ്കർദാസ് അംഗമായിരിക്കുന്ന കാലത്ത് CPM-ന്റെ നോമിനിയായ എക്സിക്യൂട്ടീവ് അംഗമായ ശബരിമല ദേവസ്വത്തിലെ വിജയകുമാർ അംഗമായിരിക്കുന്ന കാലത്ത് CPM-ന്റെ സമുന്നതരായ നേതാക്കളെല്ലാം കൂടി ആലോചിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് വേണ്ടിയുള്ള സർവാധിപത്യം നൽകുകയായിരുന്നു. ഇത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ള വിവരം കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അടപടലം പൊട്ടി തകർന്നു വീണത് എന്നുള്ള സത്യം CPM തിരിച്ചറിഞ്ഞു. അതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിശദീകരണങ്ങളുമായി CPM-ന്റെ ദേശീയ സെക്രട്ടറി മുതൽ CPM-ന്റെ ലോക്കൽ മെമ്പർ വരെ ഇപ്പോൾ വീട് വീടാന്തരം കയറിയിറങ്ങി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-ന് പങ്കില്ല, അത് കോൺഗ്രസുകാരുടെ കാലത്ത് ആരംഭിച്ചതാണ്. അത്തരം കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ ചട്ടപ്രകാരം കാര്യങ്ങൾ അറിയാതെ തങ്ങളുടെ ഭരണകർത്താക്കളും ശബരിമലയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ഭരണകർത്താക്കളും അത് തുടരുക മാത്രമാണ് ചെയ്തത്. ആ ഒരു ജാഗ്രത കുറവ് മാത്രമാണ് CPM-ന് സംഭവിച്ചത് എന്നൊക്കെ തരത്തിലുള്ള ക്യാപ്സൂളുകളുമായി വീട് വീടാന്തരം കയറിയിറങ്ങി എല്ലാവരുടെയും തൊണ്ടയിലേക്ക് ആ ക്യാപ്സൂൾ ഇട്ട് കൊടുത്ത് വെള്ളം കുടിപ്പിച്ച് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് CPM എന്നുള്ളത് ലജ്ജാവഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം എല്ലാവരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്ന് ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ അങ്ങേക്ക് ഉളുപ്പുണ്ടോ എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള CPM-ന്റെ തലയിൽ നിന്നും ഊരി വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടി ഊരിപ്പോരുന്നതിന് വേണ്ടി കണ്ഠരര് രാജീവർ എന്ന തന്ത്രിയെ ബലിയാടാക്കി എന്ന് തന്നെ പലരും അഭിപ്രായപ്പെടുന്നു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊടിമരം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ കണ്ഠരര് രാജീവരിലേക്ക് CPM ഈ സ്വർണ്ണക്കൊള്ള മുഴുവൻ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി പെടാപ്പാട് വരുന്നത്. CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയും കൈരളി ചാനലുമെല്ലാം ഇത് തന്നെയാണ് കുറെ ദിവസമായി സീരിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ 2017 സ്വർണ്ണക്കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആലോചന നടക്കുന്നത്. ദേവന്റെ ഹിതമറിയുവാൻ ദേവപ്രശ്നം വെച്ചതിന് ശേഷം തന്നെയാണ് സ്വർണ്ണക്കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ ഫിനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വവും ചിലവുകളും വഹിച്ചത്. അങ്ങനെ നിലവിലുള്ള സ്വർണ്ണക്കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതിന് ദേവന്റെ അനുജ്ഞ കിട്ടിയതിനു ശേഷം സ്വർണ്ണപ്പറകളടക്കം കൊടിമരത്തിലെ ഓരോരോ ഭാഗങ്ങളായി അഴിച്ചു മാറ്റുന്നു. ധ്വജാഗ്രത്തിലുള്ള ആ ക്ഷേത്രത്തിലെ ദേവന്റെ വാഹനമായ വാജി വാഹനം, അതായത് ശാസ്താവിന്റെ വാഹനമായി പറയുന്നത് വാജിയാണ്, കുതിരയാണ്. അതുകൊണ്ട് തന്നെ ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരത്തിന്റെ അഗ്രത്തിൽ ധ്വജാഗ്രത്തിൽ വാജി ശില്പം ഉണ്ടായിരുന്നു. ഏതാണ്ട് 11 കിലോ
പഞ്ചലോഹത്തിൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ വാജി വാഹനം തന്നെയാണ് കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്നത്. ശബരിമലയുടെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ അനുസരിച്ച്, ശബരിമലയുടേതെന്നല്ല ഏതൊരു ക്ഷേത്രത്തിന്റെയും ആചാരാനുഷ്ഠാന ക്രമങ്ങൾ അനുസരിച്ച് ആ ക്ഷേത്രത്തിലെ കൊടിമരം പുനഃസ്ഥാപിക്കുമ്പോൾ ധ്വജാഗ്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ ദേവതകളുടെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് കല്ലിലായാലും ലോഹത്തിലായാലും മരത്തിലായാലും അതിന്റെ അവകാശം കൃത്യമായി ക്ഷേത്രത്തിലെ തന്ത്രിക്ക് തന്നെയാണ്. ഈ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ 2017 സ്വർണ്ണക്കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിന്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ അഡ്വക്കേറ്റ് കമ്മീഷണർ അടക്കം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ അടക്കം നടന്ന ചടങ്ങിൽ, അതായത് CPM-ന്റെ ദേവസ്വം പ്രതിനിധിയായ K. രാഘവൻ അടക്കം തന്നെയാണ്, പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പട്ടാപ്പകൽ ആചാരാനുഷ്ഠാന പ്രകാരം തന്നെയാണ് തന്ത്രിക്ക് ധ്വജാഗ്രത്തിലുള്ള വാജിവാഹനം കൈമാറിയത്. തന്ത്രി അത് തന്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുമുണ്ട്. തന്ത്രിക്ക് അവകാശപ്പെട്ടതിന്റെ പേരിൽ മാത്രമാണ് കണ്ഠരര് രാജീവര് ആ വാജിവാഹനം വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചത്. എന്നാൽ 2017 അദ്ദേഹത്തിന് കൊടുത്ത ആചാരപ്രകാരം കൊടുത്ത ആ വാജിവാഹനം അദ്ദേഹം മറിച്ചു വിൽക്കുകയോ ഉരുക്കി ഉടച്ച് വിൽക്കുകയോ ചെയ്തിട്ടില്ല. അത് തന്റെ വീട്ടിൽ സൂക്ഷിക്കുകയും 2025 ഇത് വിവാദമായപ്പോൾ വിവാദമാക്കേണ്ട വിഷയമില്ല, ആചാരപ്രകാരം തന്റെ കയ്യിൽ കിട്ടിയ ഈ വാജിവാഹനം ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാൻ താൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അദ്ദേഹത്തെ കൊടുക്കുക, സ്വർണ്ണക്കൊള്ളയിൽ അടപടലം പെട്ട് നാറി നിൽക്കുന്ന CPM-ന് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ആ വാജിവാഹനം തിരികെ വാങ്ങിക്കുന്നില്ല. കാരണം കേസ് ഉണ്ടാകുമ്പോൾ തന്ത്രിയെ കൊടുക്കുന്നതിന് വേണ്ടി അവർ ആ വാജിവാഹനം തന്ത്രിയുടെ കയ്യിൽ നിന്നും വാങ്ങിയില്ല എന്നുള്ളതാണ് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വാജിവാഹനം തന്ത്രി അടിച്ചുകൊണ്ടുപോയി. തന്ത്രിയാണ് സ്വർണ്ണക്കൊള്ളയുടെ തലവൻ. തന്ത്രിയിലേക്ക് ഈ സ്വർണ്ണക്കൊള്ള മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് CPM രക്ഷപ്പെടാൻ വേണ്ടി ഓരോരോ ക്യാപ്സൂളുകൾ ഇറക്കിയിരിക്കുന്നു. എന്നാൽ ശബരിമലയിൽ വിജയ് മല്യ സ്ഥാപിച്ചു നൽകിയ, അതായത് 1998-99 കാലഘട്ടത്തിൽ ഏതാണ്ട് 33 കിലോ സ്വർണവും 1900 കിലോ ചെമ്പും അടക്കം വിജയ് മല്യ നിർമ്മിച്ചു നൽകിയ സ്വർണ്ണ നിർമ്മിതികൾ അടപടലം CPM-ന്റെ ഭരണകാലത്ത് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ ശാസ്ത്രീയ പരിശോധന SIT അവിടെ നിന്ന് നടത്തുകയുണ്ടായി. സന്നിധാനത്തിൽ നിന്നും ഏതാണ്ട് 15ഓളം സാമ്പിളുകളാണ് തിരുവനന്തപുരം VSSC കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്നുള്ള കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അത് മുദ്രവെച്ച കവറിൽ ആ റിപ്പോർട്ട് അവർ ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. നാളെ അത് ഹൈക്കോടതിക്ക് സമർപ്പിക്കും എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കൃത്യവിവരം പുറത്തു വരുമ്പോൾ എത്ര കിലോ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഇപ്പോൾ രണ്ടാമത് കൊണ്ടുവന്ന് അവിടെ പുനഃസ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിതികളെല്ലാം വിജയ് മല്യ സ്ഥാപിച്ചത് തന്നെയാണോ, അതിന്റെ പുരാതന മൂലം അറിയാൻ സാധിക്കും. എത്രത്തോളം സ്വർണം അതിലുണ്ട്, ചെമ്പുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് അറിഞ്ഞതോടുകൂടി CPM-ന്റെയും പിണറായി വിജയന്റെയും സമനില തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാജിവാഹനം ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ തന്ത്രിക്കെതിരെ സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടി കൈരളി ചാനലും ദേശാഭിമാനിയും എല്ലാം ശ്രമിക്കുന്നത് എന്നാണ് പൊതുവെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു അഭിപ്രായഗതി. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM അടപടലം നാറി നിൽക്കുമ്പോൾ സ്വർണ്ണക്കൊടിമര കേസിൽ തന്ത്രിയെ കൊടുക്കാനുള്ള വാദങ്ങളെല്ലാം ചീറ്റിയിരിക്കുന്നു. 2017 ഫെബ്രുവരി 17 നിലവിലെ കൊടിമരം മാറ്റാൻ അയ്യപ്പന്റെ അനുജ്ഞ തേടിയത്. തുടർന്നാണ് കൊടിമരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അഴിച്ചെടുക്കുകയും വാജിവാഹനം തന്ത്രിക്ക് കൈമാറുകയും ചെയ്തത്. ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി തന്നെയാണ്. കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2018 ഓഗസ്റ്റ് 6 പുറപ്പെടുവിച്ച ഉത്തരവിൽ പൂർണ്ണ തൃപ്തിയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഹൈദരാബാദ് ഫിനിക്സ് ഫൗണ്ടേഷനാണ് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് 3.2 കോടി രൂപ ചെലവഴിച്ചതെന്നും ഇതിൽ നിന്നും 13.63 ലക്ഷം രൂപ ബാക്കി മിച്ചം വന്നിട്ടുള്ളതാണ്, അത് ദേവസ്വത്തിന് കൈമാറിയിട്ടുള്ളതാണ് എന്നറിയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ തന്ത്രിയാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം, തന്ത്രിയാണ് സ്വർണ്ണക്കൊള്ള തലവൻ എന്നുള്ളത് അടപടലം നാറിയിരിക്കുന്നു. അഡ്വക്കേറ്റ് കമ്മീഷണർ ഈ വിവരമെല്ലാം ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും പിന്നീട് ഹൈക്കോടതി ഈ വിവരങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് ഉത്തരവിട്ടതുമാണ്. പിന്നെ എങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർ അതിന് പറയുന്നത്. 2012 ദേവസ്വം കമ്മീഷണർ ഒരു ഉത്തരവുണ്ടായിരുന്നു, ശബരിമലയിൽ ചെറുതും വലുതുമായ എല്ലാ സാധന സാമഗ്രികളുടെയും ഉടമസ്ഥാവകാശം ദേവസ്വത്തിനാണ്, അത് നിഷേധിക്കുന്നില്ല. എന്നാൽ ആചാരപരമായ അനുഷ്ഠാനങ്ങളിലോ ആചാരങ്ങളിലോ കൈകടത്തി അവസാന അഭിപ്രായം പറയാൻ ദേവസ്വം ബോർഡിന് അംഗീകാരമില്ല എന്നിരിക്കെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തന്ത്രിക്കാണെന്നിരിക്കെ ആചാരപരമായ രീതിയിലുള്ള കൈമാറ്റം മാത്രമാണ് വാജിവാഹനത്തിൽ നടന്നിരിക്കുന്നത്. പിണറായി വിജയനും CPM-ഉം ഈ വിഷയത്തിൽ അടപടലം നാറി പുഴുത്ത് ജനങ്ങളുടെ മുമ്പിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ശബരിമലയിലെ അയ്യപ്പനെ അടക്കം CPM-കാർ അടിച്ചു മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണ ഉത്തരവാദിത്തം CPM-ന് തന്നെയാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തുന്ന ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിച്ച ആ റിപ്പോർട്ട് പൂർണ്ണമായി ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ CPM-ന്റെയും പിണറായി വിജയന്റെയും നില പരിങ്ങലിലാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്താണ് ആ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.